കൊല്ലത്ത് നടക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ കൂടുതലും വിമർശനങ്ങൾ വന്നേക്കുന്നത് ഉൾപാർട്ടി വിമർശനങ്ങളാണ് വന്നേക്കുന്നത്. അതെന്തുകൊണ്ടാണ് കൂടുതലും അങ്ങനെ വരാനുള്ള കാരണം? അത് CPM-ൻ്റെ ഒരു സ്വഭാവമാണ്. ഒരു സമ്മേളന കാലത്ത് പ്രതിനിധികൾക്ക് പാർട്ടി നേതൃത്വത്തെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുന്നു എന്നാണ് അവർ പുറമേ പറയുന്നത്. അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ അതാത് ജില്ലകളിലെയും പൊതുവായ ഇപ്പോൾ ഭരണത്തിലായതുകൊണ്ട് ഭരണപരമായ വീഴ്ചകളും ഒക്കെ ചർച്ച ചെയ്യുവാനുള്ള ഒരു വേദിയായി ഈ ഉൾപാർട്ടി വിമർശനത്തിൽ ഉൾപ്പെടുത്തി പ്രതിനിധികൾ സംസാരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന പ്രതിനിധികളുടെ ചില അഭിപ്രായങ്ങൾ പാർട്ടി നേതൃത്വത്തെ ശരിക്കും വെട്ടിലാക്കുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു പ്രതിനിധി പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്, പൊതുവിൽ തെളിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തെ കലക്കി വിഷമയമാക്കുന്നത് നേതാക്കളും മന്ത്രിമാരും ഒക്കെയാണ് എന്ന് ഒരംഗം പറഞ്ഞു. ആരെയൊക്കെ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് ആ റിപ്പോർട്ട് വിശദീകരിക്കുന്നില്ലെങ്കിലും തെളിഞ്ഞ വെള്ളത്തിൽ നഞ്ച് കലക്കുന്ന ആളുകൾ പാർട്ടിക്കകത്തുണ്ട് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം. അപ്പോൾ അത് ആ തരത്തിൽ ഒരുപാട് വിമർശനം വന്നു. പ്രാദേശിക പക്ഷപാതം, അഴിമതി, ഇതിന് പാർട്ടിക്കാർ തന്നെ പാർട്ടിയുടെയും ഭരണത്തിൻ്റെയും അഴിമതി നേതാക്കളുടെ പേര് പറഞ്ഞ് വിമർശിക്കുന്ന ഒരു രീതി. ഈ നേതാക്കളുടെ പേര് പറയുമ്പം മുൻനിരയിലുള്ള നേതാക്കന്മാരെ മാത്രമേ പറയുന്നു. ഏറ്റവും മുതിർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമകനായി അങ്ങനെയുള്ള എന്തെങ്കിലും പറയാണ്ട് പാർട്ടിയിലെ മറ്റുള്ള മന്ത്രിമാരെയും ഒക്കെയാണ് കൂടുതലും വിമർശിക്കുന്നതാണ്. അതെന്തായിരിക്കും? ഇത് ഇപ്പോൾ നമ്മൾ പുറമേ നിന്ന് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഒഴിച്ച ബാക്കി എല്ലാവരും ആണ് മോശക്കാർ. മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനമൊന്നുമില്ല. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തിയുടെ തലവൻ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വിചാരിക്കാതെ ഏതെങ്കിലും മന്ത്രി ഒരു അഴിമതി ചെയ്യും. ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകൻ തോന്നിവാസം കാണിക്കുന്നതിന് ഉത്തരവാദി MP ഗോവിന്ദൻ തന്നെയല്ലേ. MP ഗോവിന്ദന് എതിരെ പോലും വിമർശനം അവിടെ വന്നിട്ടുണ്ട്. അതുണ്ട്. MP ഗോവിന്ദൻ്റെ അത് മുഖ്യമന്ത്രിക്ക് പകരം MP ഗോവിന്ദനെ വെട്ടിയതാണോ? അങ്ങനെയല്ല. പാർട്ടി പ്രവർത്തനം വിമർശിക്കുമ്പോൾ പാർട്ടി സെക്രട്ടറി വിമർശിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ ഇടപെടൽ ഒക്കെ ആയിരിക്കും അവരുദ്ദേശിക്കുന്നത്. ഏതായാലും അതിരൂക്ഷമായ വിമർശനമാണ് വന്നത്. പ്രത്യേകിച്ചും മെരിറ്റും വാല്യൂവും നോക്കി നേതാക്കൾക്ക് പദവിയും സ്ഥാനമാനങ്ങളും ഒക്കെ നൽകും എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പാർട്ടി ആ കാര്യം വരുമ്പോൾ കണ്ണൂരിലുള്ള നേതാക്കൾക്ക് മാത്രം ഇതൊന്നും ബാധകമല്ല. അവിടെ നിന്ന് വരുന്ന നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ വീതിക്കുന്നത് കണ്ണൂർ ബെൽറ്റ് ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന. അപ്പോൾ അത് ഈ ഏത് നേതാവായാലും ഇങ്ങനൊരു വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. പാർട്ടിയിൽ അതിരൂക്ഷമായ പ്രാദേശിക പക്ഷപാതമുണ്ട്. ഇപ്പോൾ ഇത് ഒരു കണ്ണൂർ പാർട്ടിയാണ്. ഇത് പുറമേ ജനങ്ങൾക്കെല്ലാം ഇത് നേരത്തെ തന്നെ അറിയാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊല്ലത്ത് നടത്തേണ്ട കാര്യമില്ലായിരുന്നു, കണ്ണൂരിൽ വെച്ച് നടത്തിയാൽ മതിയായിരുന്നു. കണ്ണൂർ വെച്ച് നടത്തിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഓരോ ജില്ല അവർ മാറി മാറി നടത്തും. കൊല്ലം ഒരു തൊഴിലാളി വർഗത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു പണ്ട്. അന്നും അവിടെ CPM-ന് വലിയ സ്വാധീനമില്ല. RSP ഇടതുപക്ഷ വേറെ പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എങ്കിലും അത് ഒരു കൊല്ലം എന്ന് പറയുന്നത് സ്മാൾ ഇൻഡസ്ട്രീസിൻ്റെ ഓട് വ്യവസായം, കാഷ്യൂ ഫാക്ടറീസ്, പിന്നെ മണൽ ഖനന വ്യവസായം, ഇതൊക്കെ വഴി വലിയ ഒരു കുടിൽ വ്യവസായത്തിൻ്റെ നാടായിരുന്നു. ആ കാലമൊക്കെ പോയി. കേരളത്തിലെ കുടിൽ വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്നു ഒരു കാലത്ത് കൊല്ലം. അങ്ങനെ വലിയ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമൊക്കെ അവിടെ നടന്നത്. അതിൽ CPM-ൻ്റെ പങ്ക് വളരെ കുറവാണ്. അവിടെ CPM സാമ്പശിവൻ്റെ കഥാപ്രസംഗത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത സ്വാധീനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിൽക്കട്ടെ. ഇന്ന് ആ അവസ്ഥയൊന്നുമില്ല. സാമ്പശിവൻ മരിച്ചിട്ട് വർഷം എത്രയായി. അപ്പോൾ ഇന്ന് കൊല്ലത്ത് ഈ സമ്മേളന നഗരിയിൽ ഉയർന്ന വിമർശനം പാർട്ടി നേതൃത്വം എത്രമാത്രം കണക്കിലെടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിരൂക്ഷമായ വിമർശനമായിരുന്നു. MP രാജേഷിനെതിരെയും അല്ലെങ്കിൽ ചെറിയാനെതിരെയൊക്കെ ഭയങ്കര വിമർശനം. ചെറിയാൻ്റെ നാവടക്കണം എന്ന അർത്ഥത്തിൽ അംഗങ്ങൾ സംസാരിച്ചിരിക്കുന്നു. മന്ത്രി രാജേഷ് ഈ വാർഡ് വിഭജനം, പ്രാദേശിക വാർഡ് വിഭജനത്തിൽ വേണ്ട അവധാനത പുലർത്തിയില്ലെന്നും
അതുവഴി കോൺഗ്രസ്സിന് ഗുണം നൽകുന്ന തരത്തിൽ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമാണ് നടപ്പാക്കുന്നത് എന്നും പ്രാദേശിക പ്രവർത്തകർ അവരുടെ വിഷമം പ്രതിനിധികൾ വഴി പാർട്ടി വേദിയിൽ അവതരിപ്പിച്ചു. വേറെയും പറഞ്ഞിട്ടുണ്ട്, ഇത് എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർ ഈ വിമർശനത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സ്ത്രീ വിഷയത്തിൽ സ്ത്രീകൾക്കുള്ള സമത്വം ഇവർ എത്രയോ കാലമായിട്ട് പാർട്ടി ഉണ്ടായ കാലം മുതലേ സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് പറയും. പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ സ്ത്രീകൾ അഹമഹിമയ്ക്കായി വരാൻ മടിക്കുന്നു. വരാൻ തന്നെ ഒരു കാലത്ത് സ്ത്രീകൾ മടിച്ചിരുന്നു. കാരണം ഇതൊരു പുരുഷപക്ഷ പാർട്ടിയാണ് എന്ന രൂഢമായ ഒരു ധാരണ ചെറുപ്പക്കാർക്കിടയിലുണ്ടായിരുന്നു. പക്ഷേ പുറായണ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന സ്ത്രീകൾ എല്ലാ പാർട്ടിയിലും വളരെ കുറവാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെയല്ലല്ലോ, അവർ സമത്വവാദികളാണ്. സ്ത്രീക്ക് പണ്ടേ പുന്നപ്രവയലാർ കാലം മുതലേ കേരളത്തിൽ പങ്കാളിത്തം കൊടുക്കുകയും AKG ഒക്കെ ധാരാളം സ്ത്രീകളെ എല്ലാ തരത്തിലും ആകർഷിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ആളാണ്. പക്ഷേ അന്നേ തന്നെ സ്ത്രീകളെ പരിഗണിക്കുമ്പോൾ പോലും അവർക്ക് സ്ത്രീകൾ പാർട്ടിയിൽ എന്ത് റോളാണ് വഹിക്കേണ്ടതെന്നതിനെക്കുറിച്ച് വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭരണപരമായ കാര്യങ്ങളിൽ അർഹിക്കുന്ന സ്ഥാനം കൊടുക്കണമോ, ആ കാര്യത്തിൽ പാർട്ടി വളരെ ഇരട്ടത്താപ്പാണ് എടുത്തിട്ടുള്ളത്. ഉദാഹരണം KR ഗൗരിയമ്മയുടെ കഥ തന്നെ. KR ഗൗരിയമ്മയുടെ പോപ്പുലാരിറ്റി ഉപയോഗിച്ച് പാർട്ടി വിജയം കൈവരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരോട് ജനങ്ങളെ സ്റ്റേജിലിരുത്തി അവർ ഭാവി മുഖ്യമന്ത്രിയാണെന്ന് ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വോട്ട് പിടിച്ചു. ആ വാഗ്ദാനത്തിൻ്റെ പുറത്ത് വീണ വോട്ട് നേടിയതിന് ശേഷം നായനാരെ മുഖ്യമന്ത്രിയാക്കിയാണ്. അപ്പോൾ അവിടെ വന്നപ്പോൾ പുരുഷാധിപത്യ വാസന പാർട്ടി പ്രകടിപ്പിച്ചു. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി പിന്നീടുണ്ടാക്കി. പിന്നീട് യുവജനങ്ങൾ പാർട്ടിയിലേക്ക് വരുന്നത് കുറഞ്ഞു. പ്രത്യേകിച്ചും ചില നേതാക്കളുടെ പെരുമാറ്റ ദൂഷ്യം കാരണം പെൺകുട്ടികൾ വരാൻ മടിച്ചിരുന്നു. അത് മാറി. അത് പാർട്ടിക്ക് വിമർശനാത്മകമായി ഇതുപോലെ സമ്മേളന കാലത്ത് തിരുത്തേണ്ടി വന്ന ഒരു കാര്യമാണ്. പിൽക്കാലത്ത് പിന്നെ ഈ സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്തും വ്യാമോഹിപ്പിച്ചും പിന്നെ കൊള്ളാമെന്ന് തോന്നുന്ന പെൺകുട്ടികളെ SFIക്കാരും DYFIക്കാരും കല്യാണം കഴിച്ചും എന്നിട്ട് ചില മാതൃകകളും ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി ജയരാഘവൻ്റെ ഭാര്യ ആയതുകൊണ്ട് ബിന്ദു മന്ത്രിയായില്ലേ എന്നുള്ള ആകർഷണങ്ങളെ കാണിച്ച് ഈ അധികാര വ്യാമോഹികളെ പാർട്ടിയിലേക്ക് ആകർഷിക്കുന്ന ഒരു രീതിയുണ്ട്. എങ്കിൽ പോലും വൃന്ദക്കാരായിട്ട് പറയുന്നു, സ്ത്രീകൾക്ക് പാർട്ടിയിൽ ഇനിയും നല്ല പ്രാതിനിധ്യം ഉറപ്പായിട്ടില്ല. ഈ എല്ലാ പാർട്ടിയിലെയും സ്ത്രീകൾ പാർലമെൻറ്റിൽ 33%, നേർപകുതിയല്ല, വെറും 33%, 1/3 റിസർവേഷൻ വേണം എന്ന് യുനാനിമസായി തീരുമാനിച്ചിട്ടും ഇതുവരെയും നടപ്പായിട്ടില്ല. ഇന്ത്യൻ പാർലമെൻറ്റിൽ അത് ഇതുവരെയും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഉണ്ട്, അത് ഒരുപക്ഷെ മോഡി സർക്കാരായിരിക്കും അത് നടപ്പാക്കാൻ ദൗത്യം ഏറ്റെടുത്ത് ചരിത്രം നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട നേതാവ്. അത് വരുമായിരിക്കും, വരാതിരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലും കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എത്ര സ്ത്രീകളുണ്ട്? സ്ത്രീ പങ്കാളിത്തം എന്താണ്? എല്ലാ പാർട്ടിയുടെയും, നമ്മളൊരു പാർട്ടിയെക്കുറിച്ചല്ല അത് പറയുന്നത്. സ്ത്രീകളുടെ പ്രാതിനിധ്യം പറയണ വളരെ കുറവാണ്. അപ്പോൾ അത് സ്ത്രീകളുടെ കുഴപ്പം കൊണ്ടല്ലല്ലോ. കേരളത്തിലാണെങ്കിൽ വോട്ടർമാരിൽ കൂടുതലും സ്ത്രീകളാണ്. 52% സ്ത്രീ വോട്ടർമാരുണ്ട് കേരളത്തിൽ. അപ്പോൾ അതേസമയത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും 10% താഴെയുള്ള സ്ത്രീകൾ. അപ്പോൾ ഈ അസന്തുലിതാവസ്ഥ കാലക്രമേണ മാറും. പൊതുരംഗത്തേക്ക് വരാനുള്ള സ്ത്രീകൾക്ക് രാഷ്ട്രീയം ഏത് സമയത്തും പോയി പ്രവർത്തിക്കാവുന്ന മാന്യമായ ഒരിടമായി മാറുന്ന ഒരു കാലം വരും. ഇപ്പോൾ അമേരിക്കൻ പൊളിറ്റിക്സിലൊക്കെ ഒരു കാലത്ത് പെറ്റിക്കോട്ട് ഗവൺമെൻറ് എന്നൊക്കെ വിളിക്കുന്ന തരത്തിൽ സ്ത്രീ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ടാം ലോകയുദ്ധകാലത്താണ്. അന്ന് പുരുഷന്മാരെല്ലാം പട്ടാളത്തിൽ ചേർന്ന് യുദ്ധമുഖത്ത് പോയപ്പോൾ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടത് സ്ത്രീകളായിരുന്നു. അപ്പോൾ അന്ന് അഡ്മിനിസ്ട്രേഷനിൽ സ്ത്രീ പ്രാതിനിധ്യം വളരെ കൂടുതലായിരുന്നു. ട്രക്ക് ഓടിക്കുന്നത് പോലും സ്ത്രീകളായിരുന്നു. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് ഒന്നും ഇനിയത്തെ കാലത്ത് വരണമെന്നില്ല. അല്ലാതെ തന്നെ സ്ത്രീകൾ അവരുടേതായ പ്രവർത്തന പങ്കാളിത്തം കൊണ്ട് രാഷ്ട്രീയത്തിലും സജീവമാകുന്ന പ്രായണ പുരുഷനൊപ്പം തന്നെ പങ്കെടുക്കുന്ന ഒരവസ്ഥ വിശേഷം വരും. ഇപ്പോൾ അധ്യാപക ജോലിയിൽ അധ്യാപനത്തിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ് അല്ലേ? കേരളത്തിൽ പ്രത്യേകിച്ചും 90% ടീച്ചേഴ്സ് സ്ത്രീകളാണ്.
അപ്പോൾ അത് ഒരു വശത്ത് അങ്ങനെ വരാവുന്നതാണ്. ഭാവിയിൽ ഒരു തുല്യതയിലേക്ക് എത്താം. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സമത്വ സിദ്ധാന്തത്തിൻ്റെ പ്രയോക്താക്കൾ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ കുറവിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് പാർട്ടിയിൽ വിമർശനാത്മകമായി ചർച്ച ചെയ്യുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.